ഗാന്ധിജി അടക്കമുള്ള ദേശീയ നേതാക്കളെ തമസ്കരിക്കുന്ന ബി.ജെ.പിക്കെതിരെയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന CPM നേതൃത്വത്തിനെതിരെയും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനം വിധിയെഴുതുമെന്ന് UDF ജില്ലാ ചെയർമാൻ ടി.വി. ചന്ദ്രമോഹൻ. സ്വർണം കളവ് ചെയ്തു എന്ന് അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ച ആളെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ജയിലിലാണെങ്കിലും അദ്ദേഹത്തിന് ശിക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പൊ പാർട്ടിക്ക് നടപടിയെടുക്കാൻ സാധിക്കും. പിന്നെ ചില വാക്കുകളുണ്ട്, തെറ്റിദ്ധാരണ മൂലം എന്നുള്ള വാക്കുകൾ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം ഇവരെ രക്ഷിക്കാൻ വേണ്ടി. അശ്രദ്ധ മൂലം എന്ന് തുടങ്ങിയ വാക്കുകളാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പരസ്യമായി സ്വർണം കൊള്ള നടത്തിയതാണ് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പക്ഷെ അതിന് BJP പല രീതിയിൽ മുതലെടുക്കുന്നുണ്ട്, പല രീതിയിൽ സംസാരിക്കുന്നു. അവരാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല, അവർക്ക് കുറിക്കാൻ വേണ്ടി നടത്താൻ പോലും പറ്റുന്നില്ല. ഒരു ചിട്ടി ഫണ്ട് നടത്താൻ പറ്റാതെ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ പോലീസ് അന്വേഷണം നടക്കണം തിരുവനന്തപുരത്ത്. ഒരു കുറിക്കാൻ വേണ്ടി നടത്താം. ഇവിടെ കഴിഞ്ഞ തവണ അസംബ്ലിയിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി നിന്നല്ലോ, ഒപ്പിടാൻ ശരിയായിട്ട് അറിയാത്തതുകൊണ്ട് അവരുടെ നോമിനേഷൻ തള്ളിപ്പോയി. എന്നിട്ട് മുസ്ലിം ലീഗിനല്ല വോട്ട് കിട്ടിയത്, വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടി. എന്താ അഡ്ജസ്റ്റ്മെന്റ്? തലശ്ശേരിയിൽ BJPയുമായി നിരന്തര ശത്രുതയിൽ മാർക്സിസ്റ്റ് പാർട്ടി നിൽക്കുന്ന സ്ഥലത്ത് പോലും ഈ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായി. UDF ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. CH റഷീദ്, CV കുര്യാക്കോസ്, PRN നമ്പീശൻ, RV അബ്ദുൾ റഹീം, അഡ്വക്കേറ്റ് TS അജിത്, KPA റഷീദ്, AT സ്റ്റീഫൻ, MF ജോയ്, RV അബ്ദുൾ ജലീൽ, OKR മണികണ്ഠൻ, ആൻഡോ തോമസ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി KP ഉദയൻ, വർക്കിംഗ് ചെയർമാനായി KPA റഷീദ്, ജനറൽ കൺവീനർമാരായി AT സ്റ്റീഫൻ, RV ജലീൽ, CS സൂരജ്, വർഗീസ് ചീരൻ, ട്രഷററായി PK രാജേഷ് ബാബു, ചീഫ് കോർഡിനേറ്ററായി R രവികുമാർ, മീഡിയ കോർഡിനേറ്ററായി ബാലൻ വാർനാട്ട് എന്നിവരെ തിരഞ്ഞെടുത്തു.